ഞാനൊരു 6 വർഷം ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ആയിരിക്കുന്ന സമയത്ത് അവിടെ പറമ്പ് പണിക്ക്, അവിടെ തൊട്ടടുത്ത് പറമ്പ് പണിക്ക് ഒരു ചേട്ടൻ വന്നു. നമ്മൾ അതിനു വേണ്ടി വേറൊരാളെ വെയിറ്റ് ചെയ്ത് നിന്നാൽ ഒരു പക്ഷേ നമുക്കൊരു ഉത്തരവും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. മനഃശാസ്ത്രത്തിൽ വളർന്നു വരുന്ന മനഃശാസ്ത്ര പഠനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്ര പഠനമാണ് സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. തൃശ്ശൂർ അതിരൂപതയുടെ മീഡിയ കത്തോലിക്ക ഒരുക്കുന്ന മനസ്സും മനഃശാസ്ത്രവും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് ജീവിതം മീനിങ് ആണ്, ജീവിതം അർത്ഥപൂർണമാണെന്നുള്ള ഒരു ചിന്തയിലേക്കാണ്. പലപ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലും സഹനങ്ങളോ രോഗങ്ങളോ സാമ്പത്തിക പ്രതിസന്ധികളോ വരുമ്പോഴൊക്കെ നമ്മൾ പറയാറുള്ളത് ജീവിതത്തിൽ ഒരർത്ഥമില്ല, ജീവിച്ചിട്ട് എന്ത് കാര്യമുള്ളതെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്നും ജീവിതത്തിന് അർത്ഥം ഇത്തരത്തിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പം നഷ്ടപ്പെടുന്നില്ലെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് വിക്ടർ ഫ്രാങ്കിൾ. ഒരുപക്ഷെ നിങ്ങൾ പലരും അനേകരത് വായിച്ചിട്ടുള്ള പുസ്തകമാണ് സെർച്ച് ഫോർ മീനിങ് ഇൻ ലൈഫ്. ജീവിതത്തിന് അർത്ഥം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം. അദ്ദേഹം ഒരു നാസി തടവറയിൽ കിടക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു പുസ്തകം എഴുതപ്പെട്ടത്. എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ഏറ്റവും ദുരന്താനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അദ്ദേഹം ഈ ഒരു മനഃശാസ്ത്ര ചിന്തയെ തന്നെ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തത്. ജീവിതം അർത്ഥപൂർണമാണ്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ സാഹചര്യങ്ങളെ നമ്മളെ തോൽപ്പിക്കാൻ അനുവദിക്കരുത്. അതാണ് അദ്ദേഹം പറയുന്നത്, മാസ്റ്റർ യുവർ എൻവയോൺമെൻറ്റ്. നമ്മുടെ ഈ സാഹചര്യത്തെ മാസ്റ്റർ ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ കുറേയും കൂടി നമുക്ക് വളരെ അർത്ഥപൂർണമായ ജീവിതത്തിലേക്ക് പോകാൻ പറ്റും. പലപ്പോഴും ജീവിതത്തിൽ സങ്കടങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിൽ സഹനങ്ങളോ വരുമ്പം ഈ സഹനത്തിൻ്റെ സാഹചര്യങ്ങളാണ് നമ്മളെ കീഴ്പ്പെടുത്താറുള്ളത്. പക്ഷെ അതിനു പകരം ഈ സഹനങ്ങളെ അല്ലെങ്കിൽ ഈ ജീവിതത്തിലെ പ്രതിസന്ധികളെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റുമ്പോഴേ നമുക്ക് ജീവിതത്തിന് അർത്ഥം കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തോൽവിയാണെന്ന് അല്ലെങ്കിൽ ഇത് അറിയാതെ സംഭവിച്ചു എന്ന് വരുമ്പോഴാണ് ഇത് തോൽവിയായിട്ട് നമ്മൾ കാണുന്നത്. ഇത് ഞാനൊരു മനഃപൂർവ്വം സ്വീകരിക്കുന്നതാണ്. കാരണം ജീവിതത്തിലെ ചില ഉത്തരവാദിത്തങ്ങളിലൂടെ കടന്നു പോകുമ്പം, ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള സഹനാനുഭവങ്ങളെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്ന് കരുതുമ്പം നമുക്കതനുസരിച്ച് നമ്മളെ തന്നെ ഒരുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ നടക്കുമ്പം നമ്മളോട് പറയാണ്, നിങ്ങൾ നടന്നു പോകുന്നതിന് തൊട്ട് മുൻപ് നടക്കുമ്പോൾ കുറച്ച് മുന്നോട്ട് നടക്കുമ്പം ഒരു അടി താഴ്ചയുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചിറങ്ങണം എന്ന് ആരെങ്കിലും നമ്മോട് പറഞ്ഞാൽ വളരെ കെയർഫുള്ളാണ്. നമ്മളത് ആ സ്റ്റെപ്പ് ഇറങ്ങുന്നതും നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോകുന്നതൊക്കെ ഒരു പ്രശ്നവുമില്ല, നമ്മൾ കൂളായിട്ട് നമ്മൾ അതിജീവിക്കും. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു ഫ്ലോറിൻ്റെ ഒരു ചേഞ്ച്, ഒരു മാറ്റം നമ്മൾ കാണുന്നതെങ്കിൽ, നമ്മൾ അനുഭവപ്പെടുന്നെങ്കിൽ ഏതോ വലിയ കുഴിയിൽ കാലുവെച്ചതുപോലെ തോന്നാറുണ്ട്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഒന്ന്, നമ്മളെ ബോധപൂർവം ഒരുക്കിയതിൻ്റെ പേരിൽ നമ്മുടെ മനസ്സും ശരീരവും ആ സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കണമെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു തത്വം, ഈ ഒരു ചിന്ത നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സാഹചര്യങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തരുത്, സാഹചര്യങ്ങളെ നമ്മൾ വേണം കീഴ്പ്പെടുത്താൻ. ഒരു പക്ഷേ ഈശോയുടെ ജീവിതത്തിലും ഞാൻ കാണുന്ന ഒരു സാമ്യം അതാണ്. എന്ന് വെച്ചാൽ ഞാൻ ആത്മീയതയെ ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈശോയുടെ ജീവിതത്തിലും ഈശോ കുരിശിൽ കിടക്കുമ്പോൾ പോലും പറഞ്ഞൊരു കാര്യം, ഇത് നിങ്ങളാരും എന്നെ സഹിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്നെ പീഡിപ്പിക്കുകയോ എൻ്റെ ജീവൻ എടുക്കുകയല്ല ചെയ്യുന്നത്, പക്ഷെ ഞാൻ തരിക ചെയ്യണം അങ്ങോട്ട്. എന്ന് വെച്ചാൽ അതിലൊരു സറണ്ടറിങ്, എന്ന് വെച്ചാൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരു വലിയ വിക്ടറി അവിടെ നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ഏത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും അത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ്, എൻ്റെ മനഃപൂർവ്വമായ ചില തീരുമാനങ്ങളിലൂടെ ഞാനത് അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുകയും ബോധപൂർവം ഞാനതിനെ അതിജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പം ദാറ്റ്സ് എ വിക്ടറി. അതൊരു വിജയമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പം അതുകൊണ്ട് നമ്മളാരും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്നെ ആ സാഹചര്യം ഇങ്ങനെ ആക്കി തീർത്തു എന്ന് ബ്ലെയിം ചെയ്യുന്നതിന് പകരം നമുക്കതിനെ അതിജീവിക്കാൻ പറ്റുക. ഒരുപക്ഷെ നമ്മൾ അനേകരുടെ ജീവിതത്തിൽ, വലിയ വലിയ ആളുകളുടെ ജീവിതത്തിൽ കാണുന്ന ഒരു ജീവിത ശൈലി അങ്ങനെയല്ലേ. അവരിങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പം അതിനെ വളരെ സൗമ്യനസ്യത്തോടും ഒരു തന്മയത്വത്തോടും കൂടി അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നത്. അവർക്കും ഒരുപക്ഷെ നമുക്കും ഉണ്ടായ പ്രശ്നങ്ങൾ ഏതാണ്ട് ഒരുപോലെയാണ്, പക്ഷേ അവരതിനെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും. നമുക്ക് ചില സമയങ്ങളിൽ സാധിക്കാതെ പോകുന്നു. അപ്പം അതുകൊണ്ട് അവർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സാഹചര്യങ്ങൾക്ക് മീതെയുള്ള നമ്മുടെ വിൽ പവറിനെ ഒന്നുകൂടിയും ശക്തിപ്പെടുത്തിയേ പറ്റൂ.
അല്ലേ? ചില രോഗങ്ങളൊക്കെ വരുമ്പം ആശുപത്രിയിലൊക്കെ കിടക്കുമ്പം ഡോക്ടേഴ്സ് നമ്മൾ പറയാനുള്ള കാര്യം നമ്മുടെ വിൽ പവർ കളയരുത്. എന്ന് വെച്ചാൽ നമ്മുടെ വിൽ പവർ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ പോലും എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നവർ. എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഈ സാഹചര്യത്തെ വേഴ്സൺ ആകാതിരിക്കാൻ, മോശപ്പെട്ടു പോകാതിരിക്കാൻ നമ്മുടെ വിൽ പവർ നന്നായിട്ട് നമ്മളെ സഹായിക്കും. ഒരുപക്ഷെ മനഃശാസ്ത്രത്തിൽ വളർന്നു വരുന്ന മനഃശാസ്ത്ര പഠനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്ര പഠനമാണ് സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള മനസ്സിൻ്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അവസ്ഥ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കും, നമ്മുടെ നെർവസ് സിസ്റ്റം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കും. എന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടാണ് നമ്മൾ സൈക്കോളജിക്കലി നമ്മൾ അതിനെ ഫേസ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ അത് വളരെ പോസിറ്റീവായിട്ട് ഹെൽത്തി ആയിട്ട് ബാധിക്കും. ആ ഹെൽത്തി ആയിട്ടുള്ള അവസ്ഥ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ, നമ്മുടെ പ്രതിരോധ ശേഷിയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. നേരെ തിരിച്ചു സംഭവിക്കാം. വളരെ മോശപ്പെട്ട രീതിയിലാണ്, വളരെ ഡിസ്ട്രക്റ്റീവായ രീതിയിലാണ് നമ്മുടെ ഈ സൈക്കോളജിക്കൽ അവസ്ഥയെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു ചിന്ത ഈ ഒരു സമയത്ത് ഉണ്ടാകേണ്ടത്, ഞാൻ എൻ്റെ വിൽ പവർ കൊണ്ട് ഈ സാഹചര്യത്തെ കീഴടക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അല്ലേ? നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? നിന്റെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് പറയുക? ഈ പ്രശ്നം ഇത്രയേ വളർന്നു, പക്ഷേ ഞാൻ ഇനിയും വളർന്നുകൊണ്ടിരിക്കുക. പ്രശ്നം ഇത്രയേ ഉള്ളൂ, പക്ഷേ ഞാനെന്ന് പറയുന്ന വ്യക്തി അതിന് മീതെ വളർന്നുകൊണ്ടിരിക്കുമ്പം നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചിന്ത ഇദ്ദേഹം പറയുന്നത്, നമ്മുടെ ഫ്രീഡം ഉണ്ട്. എന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിലും ഒരു അർത്ഥം കണ്ടെത്താനുള്ള ഒരു ഫ്രീഡം ഉണ്ട് നമുക്ക്. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് അമ്മ ഒരു കുഞ്ഞിന് വേണ്ടി ഓടുന്നു, ആ കുഞ്ഞിനെ ഓടി ആശുപത്രിയിൽ എത്തിക്കുന്നു, ആ കുഞ്ഞിന് രോഗത്തിന് സൗഖ്യം കിട്ടാൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കുന്നു, കഷ്ടപ്പെടുന്നു. വാസ്തവം പറയുകയാണെങ്കിൽ അമ്മ ഒരുപാട് സഹിക്കുന്നുണ്ട്. അമ്മ ചില സമയങ്ങളിൽ അമ്മ ഒരു കുഞ്ഞിന് വേണ്ടി നടത്തുന്ന ഒരു സഹന പരിശ്രമങ്ങൾ ഒരുപാടുണ്ട്. ഒരു കുഞ്ഞിൻ്റെ അപ്പൻ നടത്തുന്ന, ഒരു പിതാവ് നടത്തുന്ന ഒരുപാട് ത്യാഗങ്ങളുണ്ട്. രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു. ഇതൊക്കെ നടത്തുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഇതൊക്കെ കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ഇദ്ദേഹം ജോലി ചെയ്യുന്നതോ ഈ അമ്മ കഷ്ടപ്പെടുന്നതോ ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ടല്ല, പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നിട്ട് പോലും അതവരെ വേദനിപ്പിക്കാതിരിക്കാൻ കാരണം അവരുടെ ഉള്ളിലെ ഒരു ചിന്തയാണ്, അവരുടെ ഉള്ളിലെ വലിയ സ്വാതന്ത്ര്യബോധമാണ്. ഞാൻ ഇത് ചെയ്യുന്നതൊക്കെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ഈ സഹനങ്ങളുടെയൊക്കെ അർത്ഥം മാറുന്നുണ്ട്. അത് നമ്മുടെ വാസ്തവം പറയുകയാണെങ്കിൽ ഒരു മനസ്സിൻ്റെ കപ്പാസിറ്റി കിട്ടുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു 6 വർഷം ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ആയിരിക്കുന്ന സമയത്ത് അവിടെ അവിടെ തൊട്ടടുത്ത് പറമ്പ് പണിക്ക് ഒരു ചേട്ടൻ വന്നു. അപ്പോൾ അദ്ദേഹം പറമ്പ് പണിക്ക് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അതിൻ്റെ കാലൊക്കെ മുറിഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ കാലിൻ്റെ ഈ പാദമൊക്കെ മുറിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നമ്മളൊക്കെ ഏതെങ്കിലും ചെറിയ വിഷമം വന്നാൽ മതി റെസ്റ്റ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഈ മനുഷ്യൻ ഇത്രയും കാലം മുറിവുകൾ ഉണ്ടായിട്ട് പോലും തെങ്ങിൻ്റെ കട കളയ്ക്കാനായിട്ട് നിൽക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കാലും എന്ത് പറ്റി? അപ്പോൾ ആൾ പറഞ്ഞു, ഇന്നലെ പണിക്ക് പോയ സ്ഥലത്ത് ഒരു സ്ലാബ് പിടിച്ചിടാൻ നിന്നതാണ്, കൂടെ പിടിച്ച ആൾ ശരിക്കും പിടിക്കാത്ത കാരണം ആ സ്ലാബ് എൻ്റെ കാലുമ്പോഴാണ് വന്നിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, വേദന എടുക്കണില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വേദന എടുക്കുന്നുണ്ട്, പക്ഷെ വേദന എടുക്കണമെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ വീട്ടിൽ മക്കളുടെയും വീട്ടുകാരുടെയും ഭക്ഷണവും സാഹചര്യങ്ങളൊക്കെ മോശമായി പോകും. അതുകൊണ്ട് ഞാൻ ഇന്ന് ജോലിക്ക് വന്നതാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിന് വേദന എടുക്കുന്ന പോലെ ബാക്കി എല്ലാവർക്കും വേദന എടുക്കുന്നുണ്ട്. ചില ആളുകൾ വേദന എടുക്കുന്നു പറഞ്ഞ് റെസ്റ്റ് ചെയ്യുന്നു, പക്ഷേ ഈ മനുഷ്യൻ റെസ്റ്റ് ചെയ്യുന്നില്ല. കാരണം മനസ്സിൽ അദ്ദേഹത്തിന് ഒരു വലിയ ആഗ്രഹമുണ്ട്, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ അവർ സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പം അതുകൊണ്ട് ഒരു മനസ്സിൻ്റെ ഒരു ഫ്രീഡമാണ്. നമ്മൾ ഏത് തിരഞ്ഞെടുക്കണം, ഏത് സാഹചര്യത്തെ എങ്ങനെ കാണണം എന്നുള്ളത് മനുഷ്യൻ്റെ ഫ്രീഡമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, നമ്മൾ ഒറ്റയ്ക്ക് ജനിച്ചു, നമ്മൾ ഒറ്റയ്ക്ക് മരിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെ ഒറ്റയ്ക്ക് നേരിട്ടേ പറ്റൂ. എന്ന് വെച്ചാൽ നമ്മൾ അതിനുവേണ്ടി വേറൊരാളെ വെയിറ്റ് ചെയ്ത് നിന്നാൽ ഒരു പക്ഷേ നമുക്കൊരു ഉത്തരവും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ചില പ്രതിസന്ധികളെ, ചില ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ വേറെ ഒരാളും ചിലപ്പോൾ മനസ്സിലാക്കിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് അവരെന്നെ തിരിച്ചറിഞ്ഞില്ല, അവരെന്നെ മനസ്സിലാക്കി എന്നെ സഹായിച്ചില്ല എന്ന് പറയുന്നതിൽ ചിലപ്പോൾ നമുക്ക് പരാതിപ്പെടുന്നതിനേക്കാൾ പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനോ ഒരു അർത്ഥപൂർണമായ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനോ കഴിയുന്ന നല്ല തീരുമാനങ്ങൾ എടുക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, നമ്മൾ ജനിച്ചത് ഒറ്റയ്ക്കാണ്, മരിക്കുന്ന ഒറ്റയ്ക്കാണ്. ഇതിനിടയിൽ ഉണ്ടാകുന്ന ചില നല്ല തീരുമാനങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് എടുത്തേ പറ്റൂ. ആ സമയത്ത് ഒരുപക്ഷെ നമ്മളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകണം എന്ന് വിചാരിച്ചവർ ചിലപ്പോൾ നമ്മൾ കൂടെ നിൽക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് ചില തീരുമാനങ്ങളെടുത്ത് കറേജിയസ്ലി, ധൈര്യപൂർവ്വം മുന്നോട്ട് പോയേ പറ്റൂ. ഈ സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്നിട്ടില്ല, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എല്ലാവരും എൻ്റെ കൂടെ നിന്നില്ല എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ ഒരു പക്ഷെ നമുക്ക് ധൈര്യപൂർവ്വം ചില തീരുമാനം എടുക്കാൻ പറ്റണം.
മാതാപിതാക്കൾ എന്നെ കൃത്യമായിട്ട് സഹായിച്ചില്ല, ആ സ്ഥാപനത്തിലുള്ളവർ എനിക്ക് ജോലിക്ക് ഒരു പ്രോത്സാഹനം തന്നില്ല. ഓക്കെ, അതൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക്. പക്ഷേ നമുക്ക് വേണ്ടത് ചില ഉറച്ച തീരുമാനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തേണ്ട തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഈ നല്ല ഒരു ജീവിതത്തെ അർത്ഥപൂർണമായ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ അദ്ദേഹം പറയുന്ന ഒരു തത്വം എന്ന് പറയുന്നത്, മനുഷ്യനെന്ന് പറയുന്നത് 3 കാര്യങ്ങളുടെ ഒരു കൂടിച്ചേരലാണ്. അവിടെയാണ് ഈ സാഹചര്യത്തെ ഏറ്റവും നന്നായിട്ട് അതിജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് 3 കോമ്പിനേഷൻ: ബോഡി, മൈൻഡ്, സ്പിരിറ്റ്. നമുക്ക് ചില പ്രശ്നങ്ങൾ വരുമ്പം, അല്ലെങ്കിൽ വലിയ രോഗാവസ്ഥകൾ, സാമ്പത്തിക ബാധ്യതകൾ, തെറ്റിദ്ധാരണകൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ബോഡിയും മൈൻഡും ചിലപ്പോൾ നമ്മൾ ലിമിറ്റഡ് ആകാം. എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യനായതിൻ്റെ പേരിൽ വളരെ കുറഞ്ഞ ലിമിറ്റഡ് ആയിട്ടുള്ള പരിമിതികളുള്ള സാഹചര്യങ്ങളിൽ പെട്ടുപോകാം. പക്ഷേ മനുഷ്യനുള്ളൊരു കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിച്വാലിറ്റി ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. കപ്പാസിറ്റി ഓഫ് ദ സ്പിരിറ്റ് എന്ന് വെച്ചാൽ ബിയോണ്ട് ദ ഹ്യൂമൻ കപ്പാസിറ്റി, മാനുഷികമായ കണ്ണുകളിലൂടെ മനസ്സിലാക്കുന്നതിനപ്പുറത്തൊരു സാധ്യതയെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യനുള്ള ഈ കപ്പാസിറ്റി ഓഫ് ദ സ്പിരിറ്റ് ഉണ്ടല്ലോ, നമ്മൾ ആത്മീയതയിൽ വേണമെങ്കിൽ ഒരു ആത്മാവിൻ്റെ ശക്തി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഈ കപ്പാസിറ്റി ഓഫ് ദ സ്പിരിറ്റ് നമുക്ക് ഫ്യൂച്ചറിൽ ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോൾ കടന്നു പോകുന്ന ഏറ്റവും കഷ്ടപ്പാട് നിറഞ്ഞ സാഹചര്യത്തിനപ്പുറത്ത് ഒരു വലിയൊരു സാധ്യതയുണ്ടെന്ന്, വലിയൊരു വിജയമുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുമ്പോഴേ ഈ സാഹചര്യത്തെ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്ന ഏറ്റവും സഹനം നിറഞ്ഞ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നിറഞ്ഞ സമയത്തെ ഏറ്റവും മോശമായിട്ട് പ്രതികരിക്കും, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മോശമായിട്ട് മാറും. പക്ഷേ ഇതിനേക്കാൾ അപ്പുറത്ത് ഒരു സന്തോഷമുള്ളൊരു ജീവിതമുണ്ടെന്നും, ഇതിനേക്കാൾ അപ്പുറത്ത് ഞാൻ ഈ കടന്നു പോകുന്ന എല്ലാ സഹനങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒരു അർത്ഥമുണ്ടെന്നും, ഇതിനൊക്കെ ഒരു പ്രതിഫലം കിട്ടുമെന്നും ഒരുപക്ഷെ നമ്മുടെ ഒരു ആത്മീയതയായിട്ട് വളരെ കണക്റ്റഡ് ആണ് ഈ ഒരു സൈക്കോളജിക്കൽ ഒരു പഠനം. അപ്പം അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന നല്ല വ്യക്തികളായിട്ട് മാറാൻ കഴിയട്ടെ. എല്ലാ ജീവിതവും മനോഹരമാണ്. നമ്മൾ വേണം ആ ജീവിതത്തെ മനോഹരമാക്കാനുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ. നമ്മുടെ കപ്പാസിറ്റി ഓഫ് ദ വിൽ, കപ്പാസിറ്റി ഓഫ് ദ ഫ്രീഡം, കപ്പാസിറ്റി ഓഫ് ദ സ്പിരിറ്റ്, നമുക്കത് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സന്തോഷമുള്ള, അർത്ഥമുള്ള ജീവിതത്തിനുടമകളായിട്ട് മാറും. താങ്ക് യു.